നമസ്കാരം, ന്യൂസ് അറ്റ് 3യിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൈപ്പടയിൽ എഴുതിയ പഴയ പാസ്പോർട്ടുമായി യാത്ര ചെയ്യാൻ അനുവദിച്ചിരുന്ന സമയപരിധി അവസാനിച്ചു. കമ്പ്യൂട്ടർ പ്രിന്റില്ലാത്ത പാസ്പോർട്ടുകളുമായി ഇനി യാത്ര ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ഇന്ത്യൻ എംബസി. പഴയ പാസ്പോർട്ടുകൾ എംബസിയിലെത്തി മാറ്റിവാങ്ങാനും നിർദ്ദേശം. ഷാർജ ഭരണാധികാരിയുടെ കുടുംബാംഗമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ മാജിദ് സാക്കർ അൽ കാസ്മി അന്തരിച്ചു. അന്ത്യം ഇന്നലെ രാത്രിയിൽ. നഷ്ടമായത് ഏറ്റവും പഴയ അൽ കാസ്മി കുടുംബത്തിലെ അംഗം. സാറ്റലൈറ്റ് ഫോൺ സർവീസുമായി എത്തിസലാത്ത് പുതിയ പരീക്ഷണത്തിന്. അമേരിക്ക ഒഴികെയുള്ള ഏതു രാജ്യത്തേക്കും ഫോൺ വിളിക്കാൻ അവസരം. ലോകത്ത് ആദ്യമായാണ് ഇത്തരം സർവീസ് എന്നും എത്തിസലാത്ത് അധികൃതർ. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ സ്വന്തം കുതിരയെ ലേലം ചെയ്യുന്നു. ലേലത്തുക രോഗികളെ സഹായിക്കാനായി വിനിയോഗിക്കും. ഷെയ്ഖ് മുഹമ്മദിന്റെ ഹെൽമറ്റും ലേലത്തിന്. വാർത്തകൾ വിശദമായി. കൈപ്പടയിൽ തയ്യാറാക്കിയ പഴയ പാസ്പോർട്ടുകൾ കൈവശമുള്ളവർ എത്രയും പെട്ടെന്ന് അവ മാറ്റണമെന്ന് UAE-യിലെ ഇന്ത്യൻ എംബസിയുടെ അറിയിപ്പ്. ഇലക്ട്രോണിക് മെഷീനുകളിൽ സ്കാൻ ചെയ്യാൻ കഴിയാത്ത പാസ്പോർട്ടുകളുമായി യാത്ര ചെയ്യാൻ അധികൃതർ അനുവദിച്ച കാലാവധി ഇന്നലെ അവസാനിച്ച പശ്ചാത്തലത്തിലാണ് ഈ അറിയിപ്പ്. കൈപ്പടയിൽ തയ്യാറാക്കിയ പാസ്പോർട്ടുകൾ കൈവശമുള്ളവർ അവയ്ക്കു പകരം കമ്പ്യൂട്ടർ പ്രിന്റിലുള്ള പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കണമെന്ന് ഒരു വർഷം മുമ്പ് അധികൃതർ അറിയിച്ചിരുന്നു. പല ലോകരാജ്യങ്ങളും ഇത്തരത്തിലുള്ള പാസ്പോർട്ടുകൾ ഉപയോഗിച്ചുള്ള യാത്രകൾ നേരത്തെ നിരോധിച്ചിരുന്നു. സുരക്ഷാ സംവിധാനങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം. കൈകൊണ്ടെഴുതി തയ്യാറാക്കിയ പഴയ പാസ്പോർട്ടുകളിൽ സുരക്ഷാ കോഡുകളോ അനുബന്ധ സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലെ എമിഗ്രേഷൻ പരിശോധനകൾക്ക് ഇവ അനുയോജ്യമല്ല. ഇത്തരം പാസ്പോർട്ടുകൾ കൈവശമുള്ള പ്രവാസി ഇന്ത്യക്കാർ എത്രയും പെട്ടെന്ന് അവ മാറ്റിയെടുക്കാൻ ഇന്ത്യൻ എംബസിയിലോ കോൺസുലേറ്റിലോ അപേക്ഷ നൽകണമെന്നും അറിയിപ്പ് വ്യക്തമാക്കുന്നു. ഒരു വർഷത്തോളമെങ്കിലും കാലാവധിയുള്ള പഴയ പാസ്പോർട്ടുകൾ പലരുടെയും കയ്യിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. പാസ്പോർട്ടിന്റെ കാലാവധി അവസാനിച്ചിട്ടില്ലെങ്കിലും പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ കഴിയുമെന്നും അല്ലാത്തപക്ഷം അവധിയിൽ നാട്ടിലേക്ക് പോകുന്ന സാഹചര്യങ്ങളിൽ കാലതാമസത്തിന് ഇടയാകുമെന്നും എംബസി അറിയിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഇത്തരം പഴയ പാസ്പോർട്ടുകൾ ഉപയോഗിച്ചുള്ള യാത്രാനുമതി UAE അവസാനിപ്പിച്ചത്. NTV ദുബായ്. ഷാർജ ഭരണാധികാരിയുടെ കുടുംബാംഗമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ മാജിദ് അൽ സാക്കർ കാസ്മി ഇന്നലെ അന്തരിച്ചു. ഇന്നലെ രാത്രിയിലായിരുന്നു അന്ത്യം. റാസൽ കൈമയിലെ ഏറ്റവും പഴയ അൽ കാസ്മി കുടുംബത്തിലെ അംഗമാണ് ഇദ്ദേഹം. UAE-യിലെ പ്രമുഖ മൊബൈൽ സേവനദാതാക്കളായ എത്തിസലാത്ത് സാറ്റലൈറ്റ് ഫോൺ സേവനം ആരംഭിക്കുന്നു. അമേരിക്ക ഒഴികെയുള്ള രാജ്യങ്ങളുമായി സാറ്റലൈറ്റ് വഴി ഫോൺ ചെയ്യുവാനും സന്ദേശങ്ങൾ അയക്കുവാനും ഇതുവഴി കഴിയും. ലോകത്ത് ആദ്യമായാണ് സാറ്റലൈറ്റ് വഴിയുള്ള ഫോൺ സേവനം ആരംഭിക്കുന്നത്. തുറയ്യ ടെലികമ്മ്യൂണിക്കേഷൻസുമായി സഹകരിച്ചാണ് എത്തിസലാത്ത് സേവനം ലഭ്യമാക്കുക. NA ഇമാറാത്തി എന്ന പേരിലാണ് പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പഴയകാല മൊബൈൽ ഫോൺ സേവനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് സാറ്റലൈറ്റ് സേവനങ്ങൾ ലഭ്യമാവുക. അമേരിക്കയിൽ ഒഴികെ ലോകത്തെവിടെയും ഫോൺ ചെയ്യുവാനും സന്ദേശങ്ങൾ അയക്കുവാനും ഇതുവഴി കഴിയും. 300 ദിർഹമാണ് പ്രതിമാസം ഫോണിനടക്കം ഈടാക്കുക. ഒരു വർഷത്തേക്കുള്ള തുക ഒരുമിച്ച് അടയ്ക്കേണ്ടി വരും. ഫോൺ വാങ്ങാതെ കണക്ഷൻ മാത്രം എടുക്കുന്നവർ പ്രതിമാസം 150 ദിർഹം അടയ്ക്കേണ്ടതാണ്. ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഫോൺ ചെയ്യുമ്പോൾ ഉണ്ടാവുകയില്ല എന്ന് എത്തിസലാത്ത് വ്യക്തമാക്കി. 1 മിനിറ്റിന് 2 ദിർഹമാണ് ചാർജ് ഈടാക്കുക. മൊബൈൽ സന്ദേശങ്ങൾക്ക് 1 ദിർഹം ഈടാക്കും. റേഞ്ച് കിട്ടാത്ത പ്രശ്നം ഈ സാറ്റലൈറ്റ് ഫോൺ വഴി ഉണ്ടാവുകയില്ല എന്നും എത്തിസലാത്ത് അധികൃതർ അറിയിച്ചു. NTV അബുദാബി. 44ാമത് ദേശീയ ദിനാഘോഷത്തിനായി UAE ഒരുങ്ങി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടേറെ പരിപാടികളാണ് ആഘോഷത്തിനായി ഒരുക്കിയിരിക്കുന്നത്. സ്വദേശികളെന്നോ വിദേശികളെന്നോ വിവേചനമില്ലാതെ രാജ്യത്തിന്റെ പിറവി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് UAE-യിലെ ജനങ്ങൾ. 1971 ഡിസംബർ 1 ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിച്ച് ഡിസംബർ 2 വിവിധ എമിറേറ്റ്സുകൾ ഒന്നായി UAE പിറവിയെടുത്തത്. ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ എന്ന ശക്തനായ ഭരണാധികാരിയുടെ ദീർഘവീക്ഷണത്തിലാണ് രാജ്യം യാഥാർത്ഥ്യമായത്. വെടിക്കെട്ടും ഘോഷയാത്രയും കാർ റാലിയും സൗഹൃദ കൂട്ടായ്മകളുമായാണ് ദേശീയ ദിനം ആഘോഷിക്കുക. നാടെങ്ങും ദേശീയ പതാകയും ഭരണാധികാരികളുടെ വർണ്ണചിത്രങ്ങളും നിറയും. കടകളിലെല്ലാം ദേശീയ പതാകയുടെ വിൽപ്പനകൾ തുടങ്ങിക്കഴിഞ്ഞു. ദുബായ് ബിസിനസ് ബേയിൽ ഡിസംബർ 1 തന്നെ ആഘോഷം തുടങ്ങും.
ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ JBRൽ നടക്കുന്ന വെടിക്കെട്ടും കരിമരുന്ന് പ്രയോഗവും ഡിസംബർ 2-ന് ആരംഭിക്കും. ദുബായ് പോലീസിന്റെ ആഘോഷങ്ങൾ അടുത്ത ആഴ്ച ആരംഭിക്കുമ്പോൾ RTIയുടെ ആഘോഷങ്ങൾക്ക് 29-ന് തന്നെ തുടക്കമാകും. ദുബായ് കൾച്ചറൽ ആൻഡ് ആർട്ട് അതോറിറ്റി വ്യാഴാഴ്ച മുതൽ ആഘോഷം തുടങ്ങുമെന്ന് സംഘാടകർ അറിയിച്ചു. ഗ്ലോബൽ വില്ലേജിലും പ്രത്യേക ആഘോഷങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട്. ഷാർജ, ഫുജ്റ, റാസൽ ഖൈമ എന്നിവിടങ്ങളിലും 44ാമത് ദേശീയ ദിനാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. തലസ്ഥാനമായ അബുദാബിയിൽ വൈദ്യുതി വിളക്കുകളുടെ അലങ്കാരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അടുത്ത ആഴ്ചയോടെ നഗരം പൂർണ്ണമായും ആഘോഷങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങും. ന്യൂസ് ഡെസ്ക് NTV. ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ദുബായിൽ നടന്ന ആഘോഷ പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു. സ്വദേശികളും വിദേശികളും അണിനിരന്നതായിരുന്നു ആഘോഷം. UAEയുടെ 44ാമത് ദേശീയ ദിനത്തോടനുബന്ധിച്ച് ബർദുബായ് പോലീസ് ആസ്ഥാനത്തു നടന്ന വർണ്ണശബളമായ ആഘോഷ പരിപാടി നവ്യാനുഭവമായി. സ്വദേശി കുരുന്നുകൾ കാഴ്ചവെച്ച രാജ്യസ്നേഹം തുളുമ്പുന്ന കലാപ്രകടനം ശ്രദ്ധേയമായിരുന്നു. ധീരജവാന്മാരുടെ സ്മരണ പുതുക്കുകയും രാജ്യം മുഴുവൻ ആശ്രിതർക്കൊപ്പമുണ്ടെന്ന സന്ദേശം കൈമാറുകയും ചെയ്യുന്നതായിരുന്നു ആഘോഷം. ഭാരത തനിമ നിറഞ്ഞ നാടൻ കലാവതരണത്തോടെ ദുബായ് KMCC പ്രവർത്തകരും പരിപാടിയിൽ പങ്കാളികളായി. ശുഭ്രവസ്ത്രധാരികളായ നൂറുകണക്കിന് പേർ ആഘോഷത്തിൽ അണിനിരന്നു. UAE KMCC ജനറൽ സെക്രട്ടറി ഇബ്രാഹിം എളേറ്റിൽ, ദുബായ് KMCC പ്രസിഡന്റ് PK അൻവർ നഹ, ജനറൽ സെക്രട്ടറി ഇബ്രാഹിം മുറിച്ചാണ്ടി, ട്രഷറർ AC ഇസ്മായിൽ തുടങ്ങിയവർ അഭിവാദ്യമേകി. ഇന്തോ അറബ് സൗഹൃദത്തിന്റെ കണ്ണികളാണ് KMCC പ്രവർത്തകരെന്നും രാഷ്ട്രത്തോടും ജനങ്ങളോടും അവർ കാണിക്കുന്ന സ്നേഹത്തിന് അതിരുകളില്ലെന്നും ദുബായ് പോലീസ് മേധാവി ഖലീൽ ഇബ്രാഹിം മൻസൂരി പറഞ്ഞു. ബർദുബായ് പോലീസ് സ്റ്റേഷൻ മേധാവി കേണൽ അബ്ദുള്ള ഖാദിം സുറൂർ അൽ മൽസാം, സൈഫ് ജുമ, മുഹമ്മദ് ഖാബിൽ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. NTV ദുബായ്. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സ്വന്തം കുതിരയെ ലേലം ചെയ്യുന്നു. രോഗികളെ സഹായിക്കാനാണ് ഷെയ്ഖ് ഹംദാൻ കുതിരയെ ലേലം ചെയ്യുന്നത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സ്ഥാപിച്ച ജീവകാരുണ്യ സംഘടനയായ അൽ ജലീല ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആണ് ഷെയ്ഖ് ഹംദാന്റെ കുതിരയെ ലേലം ചെയ്യുക. അർബുദം, പ്രമേഹം, ഹൃദയരോഗങ്ങൾ, അമിതവണ്ണം എന്നിവയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്ക് പണം കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഇത്തരം രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ നടപടികൾക്കാണ് പണം സ്വരൂപിക്കുന്നതെന്ന് ഷെയ്ഖ് മുഹമ്മദിന്റെ പത്നിയും ദുബായ് ഹെൽത്ത് കെയർ സിറ്റി അതോറിറ്റി മേധാവിയുമായ ഷെയ്ഖ ഹയ ബിൻത് അൽ ഹുസൈൻ വ്യക്തമാക്കി. ഇത് ഒരു രോഗത്തിന്റെ മാത്രമുള്ളതോ ഒറ്റത്തവണ കൊണ്ട് അവസാനിപ്പിക്കേണ്ട പദ്ധതിയോ അല്ലെന്നും ഷെയ്ഖ് ഹയ വ്യക്തമാക്കി. 300 വർഷം പഴക്കമുള്ള വിശുദ്ധ ഖുർആന്റെ കയ്യെഴുത്ത് പ്രതിയും ഇതോടൊപ്പം ഫൗണ്ടേഷന് പണം സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായി ലേലം ചെയ്യും. ഷെയ്ഖ് മുഹമ്മദ് കുതിരയോട്ട മത്സരത്തിൽ ഉപയോഗിച്ച് ഹെൽമറ്റും ലേലത്തിന് വെക്കുന്നുണ്ട്. ഗൾഫ് മേഖലയിൽ കണ്ടുവരുന്ന രോഗങ്ങൾക്കെതിരായ ഗവേഷണങ്ങൾക്കാണ് ലേലം നടത്തുന്നതെന്ന് അൽ ജലീല ഫൗണ്ടേഷൻ CEO ഡോക്ടർ അബ്ദുൽ കരീം സുൽത്താൻ വ്യക്തമാക്കി. NTV ദുബായ്. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഓഫീസിലെ ജീവനക്കാർക്കായി യോഗ പരിശീലനം സംഘടിപ്പിക്കുന്നു. ദേശീയ കായിക ദിനത്തിൽ നടക്കുന്ന പരിപാടിക്ക് പരിചയസമ്പന്നരായ പരിശീലകർ നേതൃത്വം നൽകും. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിവുള്ള കായിക രൂപമായതുകൊണ്ടാണ് യോഗ തിരഞ്ഞെടുക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി കായിക വിനോദങ്ങളും കുതിര ഒട്ടകസേനയുടെ പരേഡ്, ദുബായ് പോലീസിന്റെ സംഗീത ബാൻഡ്, പൈതൃക കൂടാരം എന്നിവയും ഉണ്ടാകും. തൊഴിലാളികളുടെ മക്കളായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശാനുസരണം നടത്തുന്നതാണ് ദേശീയ കായിക ദിനം. UAE നമ്മെ ഒരുമിപ്പിക്കുന്നു എന്ന മുദ്രാവാക്യം രാജ്യം മുറുകെ പിടിക്കുന്നതായി മൂല്യങ്ങൾ വിളിച്ചോതുന്നതായി കിരീടാവകാശിയുടെ ഓഫീസ് ഡയറക്ടർ ജനറൽ സെയ്ഫ് മർക്കാൻ അൽ കെത്ബി പറഞ്ഞു. ഇത്തരം സംരംഭങ്ങൾ സ്നേഹവും സാഹോദര്യവും വളർത്തുമെന്നതിൽ സംശയമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 200-ലേറെ രാജ്യക്കാർ ഒരുമയോടെ ജീവിക്കുന്ന UAE കായിക ദിനത്തിൽ മികച്ച സന്ദേശമാണ് ലോകത്തിന് നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. NTV ദുബായ്. UAE-യിലെ ബാങ്കുകൾ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നു. ഇതോടെ നൂറുകണക്കിന് പേർക്ക് തൊഴിൽ നഷ്ടമാകും. ജീവനക്കാരെ പിരിച്ചുവിടുന്നതായി വിവിധ ബാങ്കുകൾ പ്രഖ്യാപിച്ചു. ലോക ബാങ്കിംഗ് മേഖലയിലെ ശക്തരായ ബാങ്കുകളാണ് നൂറുകണക്കിന് ജീവനക്കാരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായാണ് UAE-യിലും തൊഴിലാളികളെ വെട്ടിക്കുറയ്ക്കുന്നത്. HSBC, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് എന്നിവരാണ് ആദ്യം തീരുമാനം പ്രഖ്യാപിച്ചത്. UAE-യിലെ മൂന്നാമത്തെ വലിയ ബാങ്കായ ഫസ്റ്റ് ഗൾഫ് ബാങ്കും ഇതിനു പുറമെ തീരുമാനം അറിയിച്ചു.
150 ജീവനക്കാരെ ആദ്യഘട്ടത്തിൽ പിരിച്ചുവിടാനായിരുന്നു HSBCയുടെ തീരുമാനം. 100ഓളം ജീവനക്കാരെ പിരിച്ചുവിടാൻ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കും തീരുമാനിച്ചു. ഈ 2 തീരുമാനങ്ങളും വന്ന ശേഷമാണ് 100 പേരെ പിരിച്ചുവിടാൻ FGB തീരുമാനിച്ചത്. 2500ഓളം ജീവനക്കാരാണ് ഫസ്റ്റ് ഗൾഫ് ബാങ്കിലുള്ളത്. കോർപ്പറേറ്റ് ബാങ്കിംഗ് അടക്കമുള്ള മേഖലകളിൽ നിന്നുമാണ് ജീവനക്കാരെ പിരിച്ചുവിടുന്നത്. മറ്റു ചില ബാങ്കുകളും ജീവനക്കാരെ പിരിച്ചുവിടാൻ ആലോചിക്കുന്നതായാണ് സൂചന. എണ്ണവിലയിലെ ഇടിവിനെ തുടർന്ന് ഗൾഫ് മേഖലയിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയാണ് ബാങ്കുകളെയും ബാധിച്ചത്. ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായാണ് ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാൻ വിവിധ ബാങ്കുകൾ തീരുമാനിച്ചത്. NTV, ദുബായ്. UAE-യിലെ സർവകലാശാലകളിൽ അടുത്ത അധ്യയന വർഷം മുതൽ പുതിയ കരിക്കുലം നടപ്പിലാക്കുന്നു. വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന വിധമാണ് കരിക്കുലം പരിഷ്കരിക്കുന്നത്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഈ പദ്ധതി 2016 ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരും. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മേൽനോട്ടത്തിലാണ് വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കരിക്കുന്നത്. ഭാവി വികസനത്തിന് ഉതകുന്ന വിധത്തിൽ രാജ്യത്തിന്റെ മാനവ വിഭവശേഷിയും വൈദഗ്ധ്യവും മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലൂന്നിക്കൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നൂതനവൽക്കരണം. വ്യത്യസ്തമായ മേഖലകളിൽ നൈപുണ്യമുള്ളവരായി പുതിയ തലമുറയെ ഒരുക്കിയെടുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരും പതിറ്റാണ്ടുകളിൽ നേരിടേണ്ടതായ ആഗോള മത്സരങ്ങളെ അതിജീവിക്കാൻ പരിഷ്കരിച്ച വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ സഹായകമാകും. ഈ ലക്ഷ്യം മുൻനിർത്തി പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സമൂലമായ മാറ്റം വരുത്തുക എന്നതാണ് അടുത്ത നടപടിയെന്നും ഷെയ്ഖ് മുഹമ്മദ് കൂട്ടിച്ചേർത്തു. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ വെല്ലുവിളികളെ നേരിടാൻ പുതിയ തലമുറയെ സഹായിക്കുന്നതാണ് ഈ നിർദ്ദേശമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഷെയ്ഖ് ഹംദാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ പറഞ്ഞു. UAE വിഷൻ 2021 ഭാഗമായ നിർണായക ചുവടുവയ്പ്പാണ് പുതിയ വിദ്യാഭ്യാസ പദ്ധതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. NTV, അബുദാബി. അറബ് മേഖലയിൽ കണ്ടുവരുന്ന അറേബ്യൻ ഒറിക്സുകളുടെ സംരക്ഷണത്തിനും വംശവർദ്ധനവിനുമായി UAE പദ്ധതികൾ നടപ്പിലാക്കുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഒറിക്സിന്റെ സംരക്ഷണത്തിന് സർക്കാർ ഏജൻസികളെയും സംഘടനകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളാണ് വിഭാവനം ചെയ്യുന്നത്. മരുഭൂമിയിൽ കാണപ്പെടുന്ന മാനിന്റെ രൂപസാദൃശ്യമുള്ള ജീവിവർഗമാണ് അറേബ്യൻ ഒറിക്സ്. ബനിയസ് ദ്വീപ്, അൽദഫ്ര, ലിവ എന്നിവിടങ്ങൾ ഉൾപ്പെടെ രാജ്യത്ത് 6000-ഓളം അറേബ്യൻ ഒറിക്സുകൾ ഉണ്ടെന്നാണ് കണക്ക്. വൻതോതിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഈ ജീവികൾ വേഗത്തിൽ ഓടാനാവാത്ത മൃഗമായതിനാൽ നായാട്ടുകാരുടെ പിടിയിൽപ്പെട്ടും നശിച്ചു പോകുന്നുണ്ട്. ദുബായ് ഡെസേർട്ട് കൺസർവേഷൻ റിസർവിന്റെ നേതൃത്വത്തിലാണ് ഒറിക്സുകളുടെ സംരക്ഷണത്തെ സംബന്ധിച്ച ചർച്ചയും സമ്മേളനവും സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി പ്രജനനം, അനുകൂല ആവാസ വ്യവസ്ഥ, സംരക്ഷണം എന്നിവയ്ക്കായി ശാസ്ത്രീയ പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണെന്ന് അബുദാബി പരിസ്ഥിതി ഏജൻസി ഡയറക്ടർ ഡോക്ടർ മാജിദ് അൽ ഖാസിമി പറഞ്ഞു. ഇവയുടെ സംരക്ഷണത്തിന് രാജ്യാന്തര സംഘടനകളുടെ പങ്കാളിത്തത്തോടെ ശാസ്ത്രീയ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. വ്യാപകമായ ബോധവൽക്കരണം നടത്താനും അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. NTV, അബുദാബി. ഇനി ഇന്നത്തെ കാലാവസ്ഥ. വിനിമയ നിരക്ക്. സ്വർണ്ണവില സൂചന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൈപ്പടയിൽ എഴുതിയ പഴയ പാസ്പോർട്ടുമായി യാത്ര ചെയ്യാൻ അനുവദിച്ചിരുന്ന സമയപരിധി അവസാനിച്ചു. കമ്പ്യൂട്ടർ പ്രിന്റില്ലാത്ത പാസ്പോർട്ടുകളുമായി ഇനി യാത്ര ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ഇന്ത്യൻ എംബസി. പഴയ പാസ്പോർട്ടുകൾ എംബസിയിലെത്തി മാറ്റിവാങ്ങാനും നിർദ്ദേശം. ഷാർജ ഭരണാധികാരിയുടെ കുടുംബാംഗമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ മാജിദ് സാക്കർ അൽ കാസ്മി അന്തരിച്ചു. അന്ത്യം ഇന്നലെ രാത്രിയിൽ. നഷ്ടമായത് ഏറ്റവും പഴയ അൽ കാസ്മി കുടുംബത്തിലെ അംഗം.
സാറ്റലൈറ്റ് ഫോൺ സർവീസുമായി എത്തിസലാത്ത് പുതിയ പരീക്ഷണത്തിന്. അമേരിക്ക ഒഴികെയുള്ള ഏതു രാജ്യത്തേക്കും ഫോൺ വിളിക്കാൻ അവസരം. ലോകത്ത് ആദ്യമായാണ് ഇത്തരം സർവീസ് എന്നും എത്തിസലാത്ത് അധികൃതർ. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ സ്വന്തം കുതിരയെ ലേലം ചെയ്യുന്നു. ലേലത്തുക രോഗികളെ സഹായിക്കാനായി വിനിയോഗിക്കും. ഷെയ്ഖ് മുഹമ്മദിന്റെ ഹെൽമറ്റും ലേലത്തിന്. ന്യൂസ് എട്ട് 3 ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.